Hello, welcome to my channel Homemade. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല നാടൻ വിഭവമായ ചേമ്പിൻ താള അഥവാ ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ള തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏത് തരം തീയലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ അല്പം സമയമെടുക്കും. കാരണം തേങ്ങ വറുത്ത് അരയ്ക്കണം. ആ ഒരു ചെറിയ കഷ്ടപ്പാട് ഒഴിച്ചാൽ നമുക്ക് 2-3 ദിവസം വരെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് തീയൽ. അപ്പോൾ നമുക്ക് ഒരു ദിവസം കഷ്ടപ്പെട്ടാൽ 2-3 ദിവസത്തേക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം, ചീത്തയാവില്ല. അതുപോലെ തന്നെ തീയൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് നല്ല കളർ കിട്ടുന്നില്ല എന്നുള്ളത്. ഇതുപോലെ നല്ല ഡാർക്ക് കളറിലെ നല്ല അടിപൊളി തീയൽ ഉണ്ടാക്കാനുള്ള പൊടിക്കൈകളും ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല നാടൻ വിഭവമായ ചേമ്പിൻ താള് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് വേറൊരു കറിയും നമുക്ക് അതിൻ്റെ കൂടെ വേണമെന്നില്ല. അപ്പോൾ അടിപൊളി തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കണം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ ഉണ്ടാവും. അത്രയും ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തേങ്ങ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും മതി, കുഴപ്പമില്ല. അതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഒരു 10-25 എണ്ണം മതിയാവും. അതിനകത്തേക്ക് ആവശ്യത്തിന് വേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്ത് ഇത് വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി ഇട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇളക്കുന്നത് നിർത്തരുത്, കാരണം അടിക്ക് പിടിക്കും. തേങ്ങ ഒരു സ്ഥലം മാത്രം മൂത്ത് പോവും. അതുകൊണ്ട് അടിവശം മാത്രം മൂത്ത് പോവും, ബാക്കി ഇങ്ങനെ മൂക്കാതെ കിടക്കും. അപ്പോൾ പല മൂപ്പായി പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് നന്നായി ഇളക്കി തന്നെ തേങ്ങ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു പകുതി മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ പോരാ, നമ്മൾ നല്ല ഡാർക്ക് കളറിലെ തീയൽ വേണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കണം. ഒരിക്കലും തേങ്ങ മൂത്തു എന്ന് പറഞ്ഞ് വേഗം ഓഫ് ചെയ്യരുത്. നമ്മൾ തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഇതുപോലെ ഡാർക്ക് കളറാകുന്നവരെ ഈ തേങ്ങ വറുത്തെടുക്കണം. ഇപ്പം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടി ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുമ്പോൾ എപ്പോഴും തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഒത്തിരി ചൂട് പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊടി ചേർത്താലും മതി. പൊടി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇനി 2.5 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കാം. അതുപോലെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതാണെങ്കിൽ നല്ല കളറുണ്ടാവും. അതും ഒരു ടിപ്പാണ്. അപ്പം മാക്സിമം കളറുള്ള മുളക് പൊടി തന്നെ ആണെങ്കിൽ തീയലിനും അതുപോലെ തന്നെ കളറുണ്ടാവും. മുളക് പൊടിക്ക് അല്പം കളർ കുറഞ്ഞാലും നമ്മുടെ തേങ്ങ മൂക്കുന്നത് കറക്റ്റായിട്ട് മൂപ്പിച്ചെടുക്കുക, എന്നാലേ നല്ല കളർ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പൊടികളും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. കാരണം ആ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരണം. ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ചൂടാക്കാവുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വിടേണ്ട കാര്യമില്ല. പൊടി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. അപ്പോൾ പൊടിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു തരി പോലും വെള്ളം ചേർക്കാതെ, അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. ഒന്ന് ചൂട് അല്പം കുറഞ്ഞു കഴിയുന്ന സമയത്ത് മിക്സിയിലൊന്ന് അരച്ച് ചെറിയ ജാറിലിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അരഞ്ഞു കിട്ടും. അതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇനി നമുക്ക് ചേമ്പിൻ താള് മുറിച്ചെടുക്കാം. അപ്പോൾ ചേമ്പിൻ താള് മുറിക്കാൻ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനൊരു മീഡിയം സൈസിലെ 2 താളാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ 2 തണ്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊലി നമുക്ക് ഇതുപോലെ പുറത്തെ സ്കിൻ ഇതുപോലെ വലിച്ചു കളയാം. അങ്ങനെ എല്ലാ വശത്തെയും സ്കിൻ വലിച്ചു കളയുക നന്നായിട്ട്.
ചേമ്പിൻ താൾ എപ്പോഴും കഴുകിയതിന് ശേഷം അരിയുന്നതാണ് നല്ലത്. അതുപോലെ കൈക്ക് ചൊറിച്ചിലുണ്ടാകാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ കയ്യിൽ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ എന്തെങ്കിലും തൂത്ത് കൊടുത്തതിന് ശേഷം മാത്രം താള് മുറിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് അതല്ലെങ്കിൽ കൈ ചൊറിയുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ സ്കിന്നെല്ലാം നന്നായിട്ട് കളയണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം അരിയുക. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും അരിയാം. ഞാനിപ്പോൾ ഒരു അവിയലിനൊക്കെ അരിയുന്ന ആ ഒരു ഏകദേശം വലിപ്പത്തിൽ അല്പം നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് വലുതാണെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തീരെ ചെറുതായിട്ടാണെങ്കിലും അരിയാം. ഇപ്പം ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ ചേമ്പിൻ്റെ താളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉപ്പ് പുരട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുത്ത് കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒട്ടും ചൊറിച്ചിലുണ്ടാവില്ല. ഞാനിവിടെ വെട്ട് ചേമ്പിൻ്റെ താളാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും ചൊറിച്ചിലില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് ഒരു 1-1.5 പിടിയോളം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. എത്ര ചുവന്നുള്ളി ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ കുറഞ്ഞു പോകരുത്. കൂടുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ചേമ്പിൻ്റെ തണ്ടിൽ നിന്നും വെള്ളം അതിനകത്തേക്ക് ഇറങ്ങി വരും വേവിക്കുമ്പോൾ. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇപ്പോൾ നമുക്ക് പോരാന്നുള്ളത് വെന്ത് കഴിയുമ്പോഴാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ വേകാൻ മാത്രം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഉപ്പെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് പാടായിരിക്കും. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ വറ്റിക്കാനിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് അധികം നേരം വേവിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് വേഗം. നമുക്ക് അല്പം നേരം ഇത് മൂടി വെച്ചങ്ങ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വെള്ളം പോരുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനൊരു പീസ് എടുത്ത് ചെറുതായിട്ടൊന്ന് മുറിച്ച് നോക്കിയാൽ അറിയാം. പെട്ടെന്ന് മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. എനിക്കത് വെന്തിട്ടില്ലായിരുന്നു. ഞാൻ അല്പനേരം കൂടെ ഒരു 3 മിനിറ്റ് കൂടെ അടച്ചു വെച്ചു. അപ്പോൾ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയി. ആ ചേമ്പിൻ്റെ തണ്ടെല്ലാം ഇങ്ങനെ ഒന്ന് വാടി തളർന്ന പോലെ വരും. അപ്പോഴാണ് അത് വെന്തിട്ടുണ്ടെന്നറിയാം. അപ്പോൾ നമ്മളൊന്ന് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല ഡാർക്ക് കളറിൽ ഇതേപോലെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ തീയലിനും അതേ കളർ തന്നെ കിട്ടും. ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കുക. വെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറ് കുറയും. ഇനി നമ്മൾ അത്രയും തേങ്ങ വറുത്തരച്ചപ്പോൾ ആകെ കുറച്ച് അരപ്പേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് വെള്ളത്തിലേക്ക് ചേർത്ത് ഈ ചേമ്പിൻ താളിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ആവശ്യത്തിന് കൊഴുപ്പുണ്ടാവും ഗ്രേവിക്ക്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് വാളംപുളിയാണ്. വാളംപുളി അഥവാ പിഴിപുളി. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലെ പുളി വെള്ളത്തിലിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. കുതിർത്ത് അതിൻ്റെ പൾപ്പ് പിഴിഞ്ഞെടുത്താണ്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് എല്ലായിടത്തും പിടിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം വെള്ളം വേണോ വേണ്ടയോ എന്നുള്ളത്. ഗ്രേവിക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും ചെറുതായിട്ടൊന്ന് വറ്റി വരും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പുളി ചേർത്തതല്ലേ, അപ്പോൾ
ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എന്തുമാത്രം ഉപ്പ് കൂടെ വേണമെന്നുള്ളത്. അപ്പോൾ പോരാത്ത ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വെക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്പനേരം കൂടെ മൂടി വെച്ച് തിളപ്പിക്കണം. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കിത് ഇങ്ങനെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. വെന്തിട്ടുണ്ടാവും എങ്കിലും നമുക്കിതിങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നാലേ കറക്റ്റ് പാകത്തിന് നമുക്ക് തീയൽ കിട്ടുള്ളൂ. ഇപ്പോൾ അത് കുറച്ച് നേരം കൂടെ മൂടി വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരല്പം മധുരം, ഒന്നെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അതല്ലെങ്കിൽ ഒരല്പം ശർക്കര. ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിരുന്നതാണ്, വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചു വെച്ചിരുന്നതാണ്. അതൊരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി. മധുരം ഒട്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരല്പം ഇതുപോലെ മധുരം ചേർക്കുമ്പോൾ തീയലിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. പിന്നെ നല്ല ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഒരല്പം എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ 5-6 ചെറിയ ഉള്ളി നമുക്കതിനകത്തേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായി മൂത്ത് വരുമ്പോഴേക്കും 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. മുളകും നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തീയലിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കിത് അല്പനേരം ഒന്ന് മൂടി വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ വെറുതെ മൂടി വെച്ച് കഴിയുമ്പോൾ ആ ഫ്ലേവർ എല്ലാം, കടുക് താളിച്ചതിൻ്റെ ഫ്ലേവർ എല്ലാം തീയലിനകത്തേക്ക് ഇറങ്ങും. അല്പനേരം ഇരിക്കുമ്പോൾ തീയൽ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ തീയലുകളും നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്